എല്ലാവർക്കും തലതിരിഞ്ഞവൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായി, കാരണം കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, എല്ലാവരും നിങ്ങളുടെ ഈ തമ്മിൽ കണ്ട പോലെ തന്നെ സിസ്റ്റം എന്താണ്, സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റമാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം നമ്മളുടെ അറിയാലോ, നമ്മൾ ഡെയിലി ഓരോ ന്യൂസുകളും പല കാര്യങ്ങളും നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണാറുണ്ടല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭരണാധികാരികളുടെ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ അയാൾ കൈക്കൂലി വാങ്ങിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാണ്ടിരുന്നത്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകത കാണിച്ച്, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും അതിന്റെ ഈ വരുന്ന വീഡിയോസിന്റെ ഇടയിലൊക്കെ വരുന്ന കമന്റാണ്, ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല, സിസ്റ്റം മാറ്റണം. അങ്ങനെ പല അഴിമതി, അല്ലെങ്കിൽ ഈ എന്താ പോലീസുകാർ കാണിക്കുന്ന, പോലീസുകാർ ചില പാവപ്പെട്ട ആൾക്കാരെ ക്രൂരമായിട്ട് കസ്റ്റഡിയിട്ട് മർദ്ദിക്കുന്നു. അങ്ങനെ കുറേ വളരെ എന്താ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളുടെ ഈ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പൊ അതിനായിട്ടുള്ള വാർത്തകളും വീഡിയോസൊക്കെ നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുമ്പോഴത്തേക്കും അതിന്റെ കമന്റ് സെക്ഷൻ നോക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ പറ്റും, കൂടുതൽ ആൾക്കാരും കമന്റ് ചെയ്യണത് ഇവിടുത്തെ ഈ സിസ്റ്റം ശരിയല്ല, സിസ്റ്റം മാറണം. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്നുള്ളൊരു വാക്ക് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് എപ്പോ തൊട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ പുണ്യാളൻ 2 ഇറങ്ങിയില്ലേ. അപ്പൊ ആ ഒരു സമയത്തില് ആ ഒരു സിനിമയിലാണ് ഈ സിസ്റ്റം ശരിയില്ല അല്ലെങ്കിൽ സിസ്റ്റം എന്നുള്ള വാക്ക് അങ്ങനെയൊക്കെ എന്താ പറയാ, ഈ ഒരു നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ജനത അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള കാര്യം ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഈ ഇന്ത്യയിൽ തന്നെ ഈ ലോകത്തെ മുഴുവൻ ജനത അനുഭവിക്കുന്നത് അങ്ങനത്തെ സംഭവം. അപ്പൊ നമ്മള് ഇന്ത്യയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഇവിടുത്തെ എന്താന്ന് പറഞ്ഞ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ സിസ്റ്റം ശരിയില്ലെന്ന് കേൾക്കുമ്പോഴത്തേക്കും, ഇവിടുത്തെ ജനാധിപത്യ ഭരണ സംവിധാനം ശരിയല്ല, അല്ലെങ്കിൽ ജനാധിപത്യ ഭരണ സംവിധാനമായിട്ട് ഇത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യത്തിന് ഒരു വിധത്തിലുള്ള പുരോഗതി ഉണ്ടാവില്ല. ഇനി വേറെ പുറം രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ചില രാജ്യങ്ങളിലൊക്കെ രാജഭരണമാണ് ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ ഭരണമുള്ള രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മിലിറ്ററി ഭരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾക്ക് എന്താണ് ജനാധിപത്യം എന്ന് പോലും കറക്റ്റ് അറിയേണ്ടി പാടില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ കണ്ണിൽ ഈ കാഴ്ചപ്പാടിലോ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇട്ടാവട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളും ഒരു അനാസ്ഥയും അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും, ഈ സാധനങ്ങളുടെ വിലക്കയറ്റവും അതും ഇതൊക്കെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഫലമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ വിലയിരുത്തുമ്പോഴത്തേക്കും ചില ആളുകൾ അഭിപ്രായപ്പെടാറുണ്ട്, ജനാധിപത്യ ഭരണത്തെക്കാളും നല്ലത് രാജ്യഭരണമാണ്, അല്ലെങ്കിൽ മിലിറ്ററി ഭരണമാണ്, പ്രസിഡൻഷ്യൽ ഭരണമാണ്. അങ്ങനെ പല പല അഭിപ്രായമുള്ള ആൾക്കാർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജനാധിപത്യ ഭരണം തന്നെയാണ് നല്ലത്. പിന്നെ ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞ ഒരു ഇതിൽ എന്താ പറയാ, ഈ ഭരണം തന്നെ ഉള്ള ഒരു വേർഡ് ഈ ജനാധിപത്യം, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട്, നമുക്ക് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകർത്താക്കളെയും ആവശ്യമില്ല അല്ലേ. കാരണം ഇവിടെ എന്താ പറയാ, പ്രജ മാറിയിട്ട് പൗരൻ ആയിട്ടുണ്ടാവുന്നുള്ള സംശയത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രജകളായിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാരും ജീവിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഓഫീസ് സ്ഥാപനങ്ങളിൽ പോകുമ്പോഴത്തേക്കും, അവിടുത്തെ ആ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ആവശ്യങ്ങൾ നടത്തേണ്ട ഈ പബ്ലിക് സർവൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവര് രാജാവിനെ പോലെ നിന്നിട്ടാണ് പല സ്ഥാപനങ്ങളിൽ ഭരിക്കുന്നത്. അവർക്ക് അവിടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആള് പൗരനാണ് എന്ന് അറിയാതെയാണ് അവർ പ്രവർത്തിക്കുന്നത്. മനസ്സിലായത് പല സ്ഥലങ്ങളിലും അറിയാം, പല പാവപ്പെട്ട ആൾക്കാരും ഇങ്ങനെ കൈകൂപ്പി അടിമിനെ പോലെ താഴെ നിന്ന് കൈക്കൂലി കൊടുത്തിട്ടൊക്കെയാണ് എന്ത് പറഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എടുപ്പിക്കുന്നുണ്ട് ഈ വക ആൾക്കാരെ കൊണ്ട്. അപ്പൊ നമ്മള് പല വാർത്തകളും കണ്ടിട്ടുണ്ടാവും, കൈക്കൂലി വാങ്ങിച്ച് പിടിച്ച് മറ്റേത് മറിച്ച്. അപ്പൊ ആൾക്കാര് ഓൾറെഡി എന്താ പറയുക, ബുദ്ധിമുട്ട് അനുഭവിച്ച് വിലക്കയറ്റം മറ്റേത് മറിച്ചത് തേങ്ങ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ജനങ്ങൾ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ച് നേരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം ശരിയില്ല, സിസ്റ്റം മാറ്റണം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ചിന്തിച്ചത്, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ചർച്ചയായിട്ട് വരുന്നത് ഈ ജനാധിപത്യ സംവിധാനം, അല്ലെങ്കിൽ ഈ ഭരണകർത്താക്കൾ ശരിയില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പോയപ്പോഴത്തേക്കും എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി എന്ന് നോക്കി വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മൈത്രേന്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇടയായത്.
അപ്പൊ അതില് മൈത്രി എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യം ഇവിടെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ജനാധിപത്യം എന്നുള്ള മാറ്റിട്ട് ജനകീയമാക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ഈ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ജനകീയം എന്നുള്ള ഈ സംവിധാനത്തിൽ ഭരണം ആവശ്യമില്ല. കുറെ സംഭവങ്ങൾ, എന്താ പ്രാകൃതമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മളുടെ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. അപ്പൊ അതൊക്കെ ഫുൾ അഴിച്ചു പണിയാണ്ട് നടക്കൂല എന്നുള്ള, എന്താ പറയുക, ജനാധിപത്യം ഒന്നും വരത്തില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണപരത ജനം അനുഭവിക്കൂല എന്നുള്ള കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതില് ഏറെക്കുറെ പുള്ളിയോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിലും എന്താണ് ഈ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഈ ഒരു എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം നവീകരിക്കുന്നതുകൊണ്ടിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. മാറ്റങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ രീതിയിൽ നവീകരിക്കുന്നത് കൊണ്ടിട്ട് കൂടുതൽ മാറ്റങ്ങൾ വരുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഞാൻ പിന്നെയും ആലോചിച്ചപ്പോഴത്തേക്കും, എന്താ പറയാ, ഈ സിസ്റ്റം ശരിയല്ല, ഈ ഒരു സിസ്റ്റം മാറ്റണമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ഭരണ സംവിധാനങ്ങൾ മാറ്റിയാൽ പോലും പിന്നെയും അവിടെ അഴിമതി പല കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഡെയിലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പണം എന്നുള്ളത്, അല്ലേ? നമ്മൾ ഡെയിലി നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പണം വേണം. നമ്മളുടെ ലോൺ, EMI, അതേപോലെ എന്താണ് ഹോസ്പിറ്റൽ പരമായിട്ടുള്ള ആവശ്യങ്ങൾ, ജോലിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ പണം വേണം. അപ്പൊ ഈ ഒരു പണം എന്നുള്ളൊരു സിസ്റ്റം, കാരണം ഇപ്പൊ നമ്മളുടെ, എന്താ പറയുക, ഇപ്പൊ കറന്റ്ലി വന്നിരിക്കുന്നത് ഈ മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കറൻസി സിസ്റ്റം എന്നുള്ള സിസ്റ്റമാണ്. അപ്പൊ നമുക്ക് ഈ സിസ്റ്റം ശരിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മോണിറ്ററി സിസ്റ്റം അത് ഒന്ന് നവീകരിച്ചാൽ എങ്ങനെയായിരിക്കും അതിന്റെ ഗുണപരത ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ള ജസ്റ്റ് ഒരു തോട്ട് മാത്രമാണ്. ഇതിങ്ങനെ മാറി വരണം എന്നുള്ള ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു തോട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സിൽ ഷെയർ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാളും മെച്ചപ്പെട്ട എന്തെങ്കിലും ഒരു ആശയം, എന്തെങ്കിലും ഒരു വ്യവസ്ഥ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആശയം, അല്ലെങ്കിൽ ഈ പണം അല്ലെങ്കിൽ സാമ്പത്തിക വിനിമയത്തിനുള്ള ആശയം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുള്ള പറഞ്ഞു വെച്ചാൽ നമുക്ക് അത് കമന്റ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ ഈ ഒരു പണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ഈ ഒരു മോണിറ്ററി സിസ്റ്റം മാറ്റണം എന്നുള്ള ഒരു ആശയം വരാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളുടെ ഈ മോണിറ്ററി സിസ്റ്റം വരുന്നതിന് മുന്നേ ബാർട്ടർ സിസ്റ്റം വരുന്നല്ലേ. ബാർട്ടർ സിസ്റ്റം എന്നുള്ളത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ കയ്യിൽ ചിലപ്പോൾ പയറുണ്ടാവും, അപ്പൊ എനിക്ക് ഗോതമ്പായിരിക്കും ആവശ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ പയർ കൊടുത്തിട്ട് അയാൾക്ക് ഗോതമ്പ് വാങ്ങിക്കും. അപ്പൊ ഇങ്ങനെയായിരുന്നു ബാർട്ടർ സിസ്റ്റത്തില് സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാലോ, നമ്മളുള്ള സാധനം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കുക. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ BC 1000 ആ സമയത്ത് 1000 നൂറ്റാണ്ടിലൊക്കെയാണ് ഈ, എന്താ പറയാ, ഈ ലോഹങ്ങൾ കൊണ്ടിട്ടുള്ള ഈ ചെമ്പ് നാണയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മോണിറ്ററി സിസ്റ്റം പതിയെ നിലവിൽ ഒറ്റടിക്ക് ഇതൊന്നുമല്ല. പതിയെ ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിന്റെ പല പോരായ്മകളും മാറ്റിയിട്ട് നല്ലൊരു മെച്ചപ്പെട്ട സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോണിറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ഈ നാണയങ്ങൾ വെച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ സാമ്പത്തിക വിനിമയങ്ങൾ നടത്താനായിട്ടുള്ള സിസ്റ്റം നിലവിൽ വന്നത്. അപ്പൊ അതിൽ നിന്ന് പരിഷ്കരിച്ച് ഇപ്പൊ പല, എന്താ പറയാ, അത് ബാങ്കിങ്ങിൽ പല സിസ്റ്റം ഉണ്ട്. അതും ഇതിന്റെ തന്നെ വേറൊരു പാർട്ടാണ്. ബാങ്കിങ്ങിലൂടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി, പിന്നെ ഷെയർ, ബോണ്ട്, ഡിബഞ്ചർ, അങ്ങനെ പല സംഭവങ്ങളും ഇപ്പൊ ഈ ഒരു മോണിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കറൻസി സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് ഈ പല സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ കറന്റിലുള്ള ഒരു മോണിറ്ററി സിസ്റ്റം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇത് വന്നേക്കുന്ന ഒരു വഴി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ടെങ്കിലും, മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് കൂടുതലും ഈ ഒരു പണത്തിനെ ആശ്രയിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ആകെ മനുഷ്യരുടെ ജീവിതം മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും തമാശ എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഈ ഒരു ഭൂമിയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടനേകം വൈവിധ്യമാർന്ന ജീവികളുണ്ട്. അപ്പൊ അതില് ആകെ മനുഷ്യൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പണത്തിന് അടിസ്ഥാനപ്പെട്ടില്ല. ഈ പണം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ, പണം ഉണ്ടെങ്കിൽ വിലയുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ഇതില് ആ ഒരു മെന്റാലിറ്റി പോകുന്നത്. അപ്പൊ അത് ഈ ഒരു സംവിധാനത്തിന്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മറ്റൊരു ജീവികളും, എന്താ പറയാ, പണത്തിന് വേണ്ടിയിട്ട് അവര് ഒന്നും ചെയ്യുന്നില്ല. അവര് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി അവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, അല്ലെങ്കിൽ അവര്
എന്താണ് അതേപോലെ തന്നെ അവർക്ക് സേഫായിട്ട് പോയിട്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം വേണം. ചിലപ്പോൾ മരത്തിൻ്റെ മേളിലോ അല്ലെങ്കിൽ മാളങ്ങളിലൊക്കെ പോയിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഈ ബാക്കിയുള്ള ഈ മൃഗങ്ങളും പക്ഷികളും ബാക്കിയുള്ള ജീവജാലങ്ങളും ചെയ്യുന്നത്. അവർക്ക് ആർക്കും പണം വേണം, പക്ഷെ മനുഷ്യന് മാത്രം പണം വേണം. അത് ഒരു സമയം സംഭവം അത് ആവശ്യമായിരുന്നു, ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. കാരണം ആ ഒരു ബാർട്ടർ സിസ്റ്റത്തിലുള്ള പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഒരു മികച്ച സിസ്റ്റമായിരുന്നു ഈ ഒരു കറൻസി സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു കറൻസി സിസ്റ്റം വന്നിട്ടും എന്താണ് നമുക്ക് അതിന്റെ പോരായ്മകൾ നികത്താൻ വേണ്ടി അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആശയം എവിടെയും ആരും അവതരിപ്പിച്ചിട്ട് ഇതിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞു. കാരണം ഈ ഒരു പണം എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ കൊണ്ടിട്ടാലും അല്ലെങ്കിൽ ക്രിപ്റ്റോ ഇട്ടാലും അല്ലെങ്കിൽ ഈ പണത്തിന്റെ തന്നെ വേറൊരു അവസ്ഥയാണ് ഈ ഗോൾഡും സിൽവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പണം തന്നെ നമ്മൾ ഗോൾഡാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്വർണ്ണ നാണയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഗോൾഡ് നമ്മളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും വന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പണമായിട്ട് തന്നെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചാൽ പോലും അറിയാം ഈ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ നല്ലപോലെ ഇപ്പൊ നടക്കുന്ന സമയമാണ്. അപ്പൊ അത് എന്തെങ്കിലും ഈ എന്താണ് മാൽവെയറിലൂടെയോ അല്ലെങ്കിൽ ഈ ഫിഷിംഗ് ഉള്ള പല പല ഈ സൈബർ അറ്റാക്സ് ഉണ്ട്. അപ്പൊ ഈ സൈബർ അറ്റാക്സിലൂടെ അല്ലെങ്കിൽ ഈ സൈബർ ഈ കുറ്റവാളികളുടെ കയ്യിലേക്ക് ഈ പണം എത്താൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും വേണ്ട. അവർ എന്തെങ്കിലും മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കും. നമ്മൾ അതിൽ ലിങ്കിലോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം പോകും. അല്ലെങ്കിൽ ഈ കോൾ വഴി ജസ്റ്റ് ഒരു ഫോൺ കോൾ വഴി നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന രീതിയിലേക്ക് ഒട്ടനേകം ആളുകളുടെ പണം ഇന്ന് കുറേ പേരുടെ പണം നഷ്ടമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരിടക്ക് നിങ്ങൾ കണ്ടെത്തുന്ന കുറേ അധികം ഈ ഗാംബ്ലിംഗ് ആപ്സ് ഈ എന്താ പറയുക കുറേ ഗാംബ്ലിംഗ് ആപ്സിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്ത് വെച്ച് കിടക്കും. കാരണം അവർക്ക് വേറെ ഈ എന്താ അവിടെ നിയമപരമായിട്ടുള്ള പോളിസിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. അത് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എതിരെ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗാംബ്ലിംഗ് ആപ്സ് എടുക്കുന്ന നമ്മളുടെ ഈ പരസ്യങ്ങളൊക്കെ വൈറലാകും. കുറേ സിനിമാ നടന്മാരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള നടന്മാർ പോലും ഈ ഗാംബ്ലിംഗ് ആപ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെയും എന്താണ് കുറേ പേരുടെ പണങ്ങൾ നഷ്ടമായിട്ടുണ്ട്, കുറേ പേര് ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വേറൊരു സംവിധാനമാണ് ഈ ലോൺ എടുക്കുന്നത്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് അറിയാലോ, നമുക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാകുന്നെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ ലോൺ എടുക്കും. എന്തെങ്കിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം നമുക്ക് ലോൺ അടക്കാൻ പറ്റാണ്ടിരിക്കും. ആ ലോൺ അടക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ജപ്തി നടപടിയിലേക്ക് പോകും. ഉള്ള വീടോ സമ്പാദ്യം കൂടി ഇതിലൂടെ ഇല്ലാണ്ടാവും. അപ്പൊ നമ്മള് പണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ബാർട്ടർ സിസ്റ്റത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റമാണ്. പക്ഷേ ഏറ്റവും മികച്ച ഒരു സിസ്റ്റം അല്ല പണം എന്ന് പറയുന്നത്. കാരണം അത് മറ്റൊരാൾക്ക് അടിച്ചുകൊണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ അത് കൊള്ളയടിക്കാൻ പറ്റും, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഒരാളെ കൊല്ലാൻ പറ്റും. ചില കണ്ടിട്ടില്ല ഇപ്പൊ എന്താ പറയാ പണത്തിന് വേണ്ടി കൊല്ലുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമൂല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജീവിതവും അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം. കാരണം ഒരിക്കലും അതിനൊരു മൂല്യം നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ് ഇന്ന് പല ആൾക്കാരും തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അളക്കുന്നത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും പാവപ്പെട്ടവന് പണമില്ലെങ്കിൽ അവന് നല്ല ചികിത്സ കിട്ടൂല. പക്ഷെ പണക്കാരന് എന്താണ് അവന്റെ കയ്യിൽ പണമുണ്ട്, അപ്പൊ ഹോസ്പിറ്റലിലായി പൈസ ഉണ്ടോ ചോദിക്കില്ല, അവന് വേണ്ടിയിട്ടുള്ള ചികിത്സ കൊടുക്കും, എന്നിട്ട് ആ പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ള സംഭവമാണ്. അപ്പൊ നമ്മളുടെ ലൈഫ് പോലും നമ്മളുടെ കയ്യിൽ എന്തോരം സമ്പത്തുണ്ട് അതിന്റെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് ഇന്ന് പല ആളുകളും കാണുന്നത്, അല്ലേ? ഫ്രണ്ടിൽ ഒരാൾ വന്നു നിന്നിട്ടുണ്ടെങ്കിൽ പോലും അവന് പണം ഉണ്ടാകുന്നുള്ള തോന്നുന്നത്. പണം ഉണ്ട്, അവന് വിലയുണ്ട് എന്നുള്ള സംഭവം. അപ്പൊ എല്ലാവരുടെയും ഫോക്കസ് കുറച്ചുകൂടി നിലവാരമുള്ള ജീവിതം നയിക്കൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുക എന്നതാണ്. അപ്പൊ ഈ പണം സമ്പാദിക്കുന്നതോ എന്നുള്ള ആ ഒരു ചിന്താഗതി തെറ്റൊന്നുമല്ല. പക്ഷെ അത് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയാ മോണിറ്ററി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു കറൻസി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. മനുഷ്യൻ അവന്റെ ബേസിക് നീഡ്സ് പോലും അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി എന്താണ് എന്ന് പോലും അറിയാണ്ട് പണത്തിന് വേണ്ടി പറ്റിക്കുന്നു, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവനെ വിലയിടുന്നു, മനസ്സിലായില്ല? അതേപോലെ തന്നെ ഈ എന്താ പറയാ ഈ അഴിമതികൾ, പണത്തിന് വേണ്ടി അഴിമതികൾ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയാ ഈ പണത്തിന്റെ പുറകിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. നമ്മള് ന്യൂസിൽ വാർത്തയിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 99.9% പ്രശ്നങ്ങൾ നടക്കുന്നത് ഈ പൈസയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് നടക്കുന്നത്.
അല്ല ഈ ഒരു പൈസ എന്നുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു കറൻസി സിസ്റ്റം അല്ലെങ്കിൽ മോണിറ്ററി സിസ്റ്റത്തിന്റെ ഒരു കണക്ഷൻ ഉണ്ടാകും ഈ ഒരു കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. കാരണം എല്ലാത്തിനും പണം പണം എന്നുള്ള സംഭവം എല്ലാ ഇതിലും പണം. ഒരു സമൂഹത്തിൽ ഒരാൾക്കൊരു വില വേണമെന്നുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ചിലപ്പോൾ ഒരു ഡോക്ടറിന് കിട്ടുന്നൊരു വാല്യൂ ആയിരിക്കില്ല ഒരു മരപ്പണിക്കാരന് സമൂഹത്തിൽ കിട്ടുന്നത്. കാരണം ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്, പഠിപ്പുണ്ട്. ഈ മരപ്പണിക്കാരന് ഡെയിലി തുച്ഛമായിട്ടുള്ള വേതനം മാത്രമാണ് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സംവിധാനം എന്താ പറയുക മാറേണ്ട ഒരു കാര്യം. കാരണം നമ്മളെപ്പോഴും സിസ്റ്റം കറപ്റ്റഡ് ആണ്, ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല. സിസ്റ്റം മാറുന്ന പറയുമ്പോഴത്തേക്കും ജനാധിപത്യ സംവിധാനം അത് നമ്മൾ നവീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വെക്കേണ്ട ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഉള്ള ഈ ഒരു മോണിറ്ററി സിസ്റ്റം കൂടി നവീകരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ആ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയ സാങ്കേതിക വിദ്യ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെക്നോളജി ഇത്രയും അധികം പുരോഗമിച്ചൊരു അവസ്ഥയിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു മോണിറ്ററി സിസ്റ്റത്തിനേക്കാളും ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടെക്നോളജി പരമായിട്ട് നമുക്ക് തന്നെ ഒരു നല്ലൊരു എന്താ പറയുക പുതിയൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ആവശ്യങ്ങൾ നടന്നു പോകണം. പണം ഇല്ലാത്തവനും അവൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പണം ഉള്ളവർക്ക് മാത്രമല്ല ഈ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റുക. പണം ഇല്ലാത്ത ആൾക്കാർക്കും എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാവരും ജോലി എടുക്കുകയാണ്. ഇവിടെ അംബാനിയും ജോലി എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സാധാരണ ഒരു പെട്രോൾ പമ്പിൽ ഈ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു ചെറിയൊരു പയ്യനും ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അംബാനിക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോകാം, എന്ത് സുഖ സൗകര്യം വേണമെങ്കിലും കിട്ടും. പക്ഷേ ഈ ചെറിയ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന പയ്യന് അവരുടെ ആ ഒരു പൈസ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 10,000 രൂപ 15,000 രൂപ കിട്ടും. ആ ഒരു പൈസ തീരുന്നതിന് മാത്രമേ അവന് അവൻ്റെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ അംബാനിക്ക് ഇത്രയും പൈസ, അത് ഞാൻ സാലറി അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ അംബാനി ബിസിനസ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ ഒരു പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ജീവനക്കാരെയും എടുക്കാം. അപ്പോൾ രണ്ടുപേരും ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്, മനസ്സിലായി? രണ്ടുപേരും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റുന്നുണ്ട്, രണ്ടുപേരും 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള ആവശ്യങ്ങൾ എന്താ പറയുക, ഡോക്ടറിന് കുറച്ചും കൂടി ഈ പണം അല്ലെങ്കിൽ അയാളുടെ സാലറി കൂടുതലായിരിക്കും. പക്ഷെ ഇയാൾ അപേക്ഷിച്ച് ഇയാൾക്ക് ഈ പെട്രോൾ പമ്പിൽ നിൽക്കുന്നവർക്ക് ഈ എന്താ പറയുക ഇത് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം പണം വെച്ചിട്ട് നമ്മൾ എല്ലാം അളക്കുമ്പോഴത്തേക്കും ഈ ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഡെയിലി ബേസ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായി? ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും അവർ രോഗിയായിട്ട് മരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അവിടുത്തെ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫിനാൻഷ്യൽ സിസ്റ്റം അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഈ സാമ്പത്തിക വിനിമയത്തിനുള്ള സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ ഒരാളെയും അളക്കുന്നത് അയാളുടെ കയ്യിലുള്ള പണം വെച്ചിട്ടായിരിക്കില്ല. കാരണം ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മളുടെ കയ്യിലുള്ള പണം വെച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ പണത്തിന് വാല്യൂ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? ഇത് ഒറ്റയടിക്ക് കൊണ്ടുവന്ന് നാളെ തന്നെ കൊണ്ടുവന്ന് ഉള്ള ആൾക്കാരുടെ പണമെല്ലാം മാറ്റിയിട്ട് ഒറ്റയടിക്ക് കൊണ്ടുവന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പതിയെ 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 ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരാളുടെ കയ്യിൽ പണം എന്നുള്ള സംഭവമായിരിക്കും വെച്ചിട്ട് ആയിരിക്കില്ല അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഡോക്ടറും ഡെയിലി അയാളുടെ ജോലിക്ക് പോകുന്നുണ്ട്, അതേപോലെ പെട്രോൾ പമ്പിൽ ജീവനക്കാരൻ ഡെയിലി ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും എന്തോരം പണം സമ്പാദിച്ചു എന്നല്ല നോക്കുന്നത്. രണ്ടുപേരും ഇത്രയും മണിക്കൂർ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ നിറവേറ്റിട്ടുണ്ടോ. അപ്പൊ അങ്ങനെ നിറവേറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്, അനാവശ്യമായിട്ടുള്ള സാധനങ്ങളല്ല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇവര് അവരുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ നമ്മളൊരു മൂല്യനിർണ്ണയം എന്നുള്ളൊരു സംഭവം വെക്കുന്നത്, മനസ്സിലായില്ലേ? അവിടെ റെസ്പോൺസിബിലിറ്റി അത് നിറവേറ്റിട്ടുണ്ടോ, അപ്പൊ അയാൾക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ എന്താ പറയുക കൊടുത്തിരിക്കണം. അതിപ്പോ എന്താ പറയുക അയാൾക്ക് ഡെയിലി
അയാളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം അയാളുടെ വീട്ടിലാരെങ്കിലും രോഗാവസ്ഥ കഴിയുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സംഭവത്തിൽ അവിടെ ഒരാളെ വിലയിരുത്തുന്നത് അയാൾ റെസ്പോൺസിബിൾ ആയിട്ട് അയാളുടെ കാര്യം ചെയ്തു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഇന്നത്തെ എന്താ പറയാ ഈ ഇന്ത്യ അല്ലെങ്കിൽ കേരളം കുറച്ചും കൂടി, കേരളം മാത്രമല്ല ബാക്കി ലോകം മുഴുവനും ഓരോ ദിവസം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്. പണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും എല്ലാവരും അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പണം എന്നുള്ള ആശയം മാറ്റിയിട്ട് എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റി ഫോക്കസ് ചെയ്യാം. കാരണം എല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ എന്താ പറയാ എത്തിക്കാൻ പറ്റും. അപ്പൊ ഇത് എവിടെയാണ് ഇതിന്റെ മൂല്യനിർണ്ണയം അളക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്തിൽ അവർക്ക് എന്താ പറയാ ആ ടെക്നോളജി എന്തെങ്കിലും സോഫ്റ്റ്വെയറോ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ്, ഇപ്പൊ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, മനസ്സിലായി. അപ്പൊ അവിടെ ആൾക്കാർ ജോലിക്ക് വന്നോ, എത്ര മണിക്കൂർ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്ട് പുറത്ത് നടക്കുന്ന എന്നെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ കുത്തിയിരുന്ന് അവിടെ നോക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എല്ലാം അവിടെ ഉണ്ട്. ഇപ്പൊ പുറം രാജ്യങ്ങൾ കണ്ടിട്ടില്ലേ, ചില വലിയ വലിയ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഫ്രീ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സാധനങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലെ ഈ ബിൽഡിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല. അവിടെ നമ്മളൊരു കാർഡായിട്ട് കയറുന്നു, നമ്മൾ സാധനങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഓട്ടോമാറ്റിക്കലി സെൻസർ വെച്ചിട്ട് നമ്മളുടെ കാർഡിനുള്ള പൈസയെല്ലാം അവിടെ നിന്ന് ഈ ഒരു മാർജിൻ ഫ്രീയുടെ അക്കൗണ്ടിലേക്ക് എന്താണ് ക്രെഡിറ്റ് ആവുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങൾ ഉറപ്പായിട്ടും ടെക്നോളജിപരമായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളുടെ എന്താണ് കട്ടെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല, മനസ്സിലായി. പണം എന്നുള്ള സംഭവങ്ങൾ ഫുള്ളായിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇന്നിവിടെ ഒരാളുടെ ആശയം, ഒരാളുടെ ആവശ്യം നിറവേറ്റുന്നത് അയാളുടെ ഡെയിലി ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംഭവം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നോക്കിയിട്ടാണ്. അത് ഒരാൾ പോയിട്ട് കുത്തിയിരുന്ന് നോക്കിയതൊന്നും വേണ്ട, ഇയാൾ ചെയ്തിട്ടുണ്ടാവും നോക്കിയതൊന്നും വേണ്ട. അത് ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ കാർഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ ആയിട്ട് കാർഡ് സ്കാൻ ചെയ്യുന്നത്, മനസ്സിലായി. കാർഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിൽ നമുക്ക് അറിയാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടറിൽ അറിയാൻ പറ്റും അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുക. അതേപോലെ അയാൾക്ക് അനാവശ്യമായിട്ട് കുറേ സംഭവങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇതെല്ലാം എന്താ പറയാ ഈ ഒരു രാജ്യത്ത് എന്തോരം പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷനിൽ എന്തോരം ആ ഒരു സാധനങ്ങൾ ആവശ്യമുണ്ട്, അത് ഇന്ന സ്ഥലത്ത് എന്തോരം ആവശ്യമുണ്ട്, അപ്പൊ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവങ്ങൾക്കെല്ലാം ഓട്ടോമാറ്റിക്കലി എന്താണ് ടെക്നോളജി പരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യം ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ എന്താ പറയാ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് പണം എന്നുള്ള സംവിധാനം ഇല്ല, മനസ്സിലായി. കട്ടെടുത്തിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടോ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, വക്കീലായിരിക്കാം, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതായിരിക്കാം, ടീച്ചറായിരിക്കാൻ മതി. അപ്പൊ എല്ലാ പ്രൊഫഷനിലും ഇങ്ങനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്, ടെക്നോളജി എന്നുള്ള സംവിധാനം മോണിറ്റർ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയാം, ഇപ്പൊ ഈ ഒരു എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ആശയം വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കും, ഒരു സ്ഥാപനത്തിൽ ഒരു എന്താണ് 50 എഞ്ചിനീയർമാരുടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ 50 എഞ്ചിനീയർമാരും ഡെയിലി 8 മണിക്കൂർ വർക്ക് ചെയ്യണം നോക്കും. പക്ഷെ നമ്മളുടെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് 100 എഞ്ചിനീയർമാർ ഈ ഉദ്യോഗാർത്ഥികൾ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കണം നോക്കും. അപ്പൊ നമ്മൾ ഈ 100 എഞ്ചിനീയേഴ്സിന് ഈ 50 എഞ്ചിനീയർമാരെ ആവശ്യമുള്ള സ്ഥാനത്തേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എഞ്ചിനീയേഴ്സ് ഡെയിലി 8 മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരാൾ ഡെയിലി 4 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി, മനസ്സിലായില്ലേ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പണം എന്നുള്ളൊരു ഈ ഒരു സംവിധാനം, ഈ മോണിറ്ററി സിസ്റ്റം മാറ്റിയിട്ട് ഇതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം മാറ്റും. അഴിമതി നടക്കില്ല. കാരണം എന്തെന്ന് വെച്ചിട്ട് അഴിമതി ചെയ്യാനായിട്ടാണ്, പണമില്ല. നമ്മളിവിടെ അഴിമതി ചെയ്യാൻ വേണ്ടി പണമില്ല. അവർ നോക്കുന്നത് മന്ത്രിയാണെങ്കിൽ പോലും അയാളുടെ റെസ്പോൺസിബിലിറ്റി ഡെയിലി ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ മന്ത്രിയുടെ താഴെയുള്ള തഹസിൽദാരോ അയാൾക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ആണെങ്കിൽ പോലും അയാൾ ഡെയിലി ഓഫീസിൽ വന്നിട്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യാന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്, മനസ്സിലായില്ലേ. അതേപോലെ നമ്മളുടെ എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും പല ആൾക്കാരും വില്ലേജ് ഓഫീസിൽ ഇറങ്ങുന്നുണ്ട്. അത് ഫുള്ളും ഉള്ളത് ഡിജിറ്റലൈസ് ആക്കുക. ഡിജിറ്റലൈസ് ആക്കുമ്പോഴത്തേക്കും തന്നെ ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഇതൊക്കെ സംഭവങ്ങൾ കുറെ സംഭവങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യും, മനസ്സിലായി. ഈ വില്ലേജ് ഓഫീസർ, ക്ലർക്ക്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഈ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഈ ആൾക്കാരുടെ ജോലിയൊക്കെ ഭാവിയിൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നിന്നായിരിക്കും കട്ടെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ, പണം എന്നുള്ള സംഭവമില്ല, അത് കട്ടെടുക്കും. അതേപോലെ ഈ സ്ത്രീധനം എന്നുള്ള സംഭവം മനസ്സിലായില്ലേ, സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഗോൾഡ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാരണം ഗോൾഡ് എന്തെന്ന് വെച്ചിട്ട് ഈ ഗോൾഡ് ഞാൻ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് പച്ചക്കറി സാധനം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഗോൾഡ് എന്നുള്ള സംഭവത്തിന് ജസ്റ്റ് നമുക്കൊരു ആഭരണമായിട്ടൊക്കെ ഇടാം. ഈ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആഭരണമായിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം. അല്ലാണ്ട് അതൊരു സാമ്പത്തിക സാധനമായിട്ട് കൂടാൻ പറ്റില്ല. ഈ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് പാർട്ടികൾ ഉണ്ട്, ഒരു പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കൾ തന്നെയാണ്, മനസ്സിലായില്ലേ. അപ്പൊ അതിൽ നമ്മൾ ഈ മനുഷ്യർ കാണുന്ന മൂല്യമൊന്നും വേറെ ജീവികൾ കാണുന്നില്ല. അവർ തിളങ്ങുന്ന വസ്തുക്കൾ സാധാരണ ജീവികൾക്ക് തിളങ്ങുന്ന വസ്തുക്കളോട് അട്രാക്ഷൻ ഉണ്ടാകും, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യർ അതിന്റെ മേളിലും ഈ സ്വർണത്തിന്റെ മേളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മൂല്യങ്ങൾ കാണുന്നുണ്ട്. അത് ഈ സ്വർണം, സിൽവർ, ഇതിനുള്ള മൂല്യങ്ങളെല്ലാം പോകും. ഇവിടെ ഫുള്ള് നോക്കുന്നത് മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, മനസ്സിലായി. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പ്രൊഫഷനും കാര്യങ്ങളും തിരഞ്ഞെടുക്കാം. ആ പ്രൊഫഷൻ ഇത്ര നാൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്ര നാൾ എന്താ പറയേണ്ടത്, ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് പോകാം. അതിൽ ചില പ്രൊഫഷൻ എന്ന് വെച്ചാൽ റിസ്ക് കൂടിയ പ്രൊഫഷൻസ് ഉണ്ട്. ചില പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷിപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൻ്റെ അടുത്തട്ടിലൊക്കെ പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് റിസ്ക് ഫാക്ടർ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥയല്ല ഈ റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂല്യം നിർണ്ണയിക്കും പറയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഉള്ള ജോലികൾക്ക് ആൾക്കാർ പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ അതിലേക്ക് ഈ റിസ്ക് കൂടുതലുള്ള ജോലികളിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്കും ഈ റിസ്ക് കൂടിയ കാര്യങ്ങൾ നമുക്ക് ഈ റോബോട്ട്സ് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതേപോലുള്ള റിസ്ക് കൂടിയ ജോലിയുള്ള ആൾക്കാർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ എന്താ പറയാ, മനുഷ്യന് ഈ പണത്തിനോടുള്ള ആർത്തി ഉള്ളതുപോലെ തന്നെ ഉള്ള വേറൊരു ആർത്തിയാണ് അംഗീകാരത്തിനോടുള്ള ആർത്തി, സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഈ എക്സാമ്പിൾ വലിയ വലിയ അവാർഡും മറ്റേ പത്മഭൂഷൺ അവാർഡ് കൊടുക്കില്ലേ, അതേപോലെ ഈ റിസ്ക് കൂടുതലുള്ള ജോലി ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു അവാർഡ് കൊടുക്കുക. ഈ എന്താ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ടി വിയിൽ ന്യൂസിലൊക്കെ കാണിച്ച അവാർഡ് കൊടുക്കുക, ഒരു അവാർഡ് കൊടുക്കുക, റെക്കഗ്നേഷൻ കൊടുക്കുക. അയാളുടെ മരണശേഷം അയാളുടെ മരിപ്പ് എന്താ പറയുക, ഒരു VIP സെറ്റപ്പിൽ, VIP നല്ല ആശയം പോകും. എന്നാലും കുറച്ച് സാധാരണ ഇതിനേക്കാളും റിസ്ക് കൂടുതലുള്ള കുറച്ചും കൂടി ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യുക. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ എല്ലാവരും കാണുന്ന ഈ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഒരാൾ വരിക എന്നുള്ളത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്ന ഈ കോപ്രായ കാര്യങ്ങളൊക്കെ കുറയും. കാരണം ഇവര് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കോപ്രായം കാണിക്കുന്നതിനും അവരുടെ ഗതികേട് കൊണ്ടിട്ടാണ്. കാരണം അവർക്ക് പണം ആവശ്യമുണ്ട്, അവർക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു തുക ഓരോ വർക്കും ഓരോ പ്രൊജക്റ്റ് വരുമ്പോഴത്തേക്കും നേടാൻ പറ്റും. പല കൊളാബറേഷനും പരസ്യവും മറ്റൊന്നും മറിച്ചും ഷോർട്ട് ഫിലിം സിനിമയെ കൊണ്ടിട്ട് അവർക്ക് ഇപ്പോൾ കുറെ പൈസ നേടാൻ പറ്റും. പക്ഷെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അടുത്ത വരുമ്പോഴത്തേക്കും എപ്പോഴും ആ ഒരു ഫിലിമിനോട് അല്ലെങ്കിൽ പാട്ടിനോട് അത്രയും ക്രേസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ ആ ഒരു ഫീൽഡിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത ആളുകൾ ഇതേപോലെ കോപ്രായം കാണിച്ച സോഷ്യൽ മീഡിയ വരത്തില്ല, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സംഭവം നമ്മളുടെ ഇവിടുത്തെ ഈ ന്യൂസ് മീഡിയാസ് എന്നുള്ളത്, മനസ്സിലായില്ലേ. അവർക്ക് TRP റേറ്റിംഗ് കൂട്ടിയിട്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെറ്റത്തരവും എന്ത് കള്ള ന്യൂസും അല്ലെങ്കിൽ പല കാര്യങ്ങളും വളച്ചൊടിച്ച് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല ചെറ്റത്തരവും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ന്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് പോലും അവര് കള്ളത്തരം പറഞ്ഞിട്ട് അവർക്ക് പൈസ നേടാനില്ല, മനസ്സിലാവും. അവർ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഡെയിലി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നത്. അവർക്ക് ഒരു കള്ള ന്യൂസ് കൊടുത്തുകൊണ്ടിട്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും കിട്ടാനില്ല, പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് നേട്ടം കിട്ടാനില്ല. ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ ബാക്കിയുള്ള ഈ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ മലപ്പണി ഈ കാറ്റഗറികളെല്ലാം ചെയ്യുന്ന ജോലി. അതേപോലെ തന്നെ വേറെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ ഡോക്ടർ അല്ലെങ്കിൽ പെട്രോൾ പമ്പ് നിൽക്കുന്ന ഉടമ. അപ്പൊ ഈ കാണുന്ന ജോലിയെല്ലാം ഒരേപോലെ ഈക്വൽ. ഈ റിസ്ക് സ്വന്തം ജീവപണയം വെച്ച് ചെയ്യുന്ന ജോലികൾ കുറച്ച് മേളിൽ നിൽക്കും. പക്ഷെ ഈ എന്താ പറയുക, പെട്രോൾ പമ്പും ജീവപണയം വെച്ച് ചെയ്യുന്ന ജോലിയാണ്. കാരണം അവിടെ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് അല്ലെങ്കിൽ ജീവനായി പോകാം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ കാർപ്പൻറ്റർ എടുക്കുക, കാർപ്പൻറ്റർ ഡോക്ടർ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഡോക്ടർ കുറച്ച് മേളിലും കാർപ്പൻറ്റർ കുറച്ച് താഴത്തും എന്നുള്ള സംഭവം വരില്ല.
ഇതെല്ലാം ഒറ്റ ഈ ഒരു തട്ടിലേക്ക് തന്നെ വരും. മനസ്സിലായി, എല്ലാവരും ഒരൊറ്റ ഇതിലേക്ക് വരും. കാരണം അവരുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ഡോക്ടറും കാർപ്പൻറ്ററും ജോലിക്ക് പോവുക അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ചെയ്തു എന്നുള്ള സംഭവം മാത്രം. അപ്പൊ ഇത്രയും പോപ്പുലേഷൻ രാജ്യത്ത് കുറെ ആളുകൾ, കുറെ ചെറുപ്പക്കാർ ജോലിക്കാണ്ട് വെറുതെ അലഞ്ഞിരുന്ന് നടക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറണമെന്നുണ്ടെങ്കിൽ അവർ റെസ്പോൺസിബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാധ്യതകൾ വരും. അതേപോലെ തന്നെ കുറേ ജോലികൾ ചിലപ്പോൾ എന്താ പറയുക, ഈ ക്ലർക്ക് അടിസ്ഥാനത്തിലുള്ള ജോലി സംഭവങ്ങൾ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും. അപ്പം ചില അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ജോലികളിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ, അവർക്ക് കുറച്ച് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന സംഭവങ്ങൾ ചെയ്തു വെക്കുക. അത് അഡീഷണൽ ബെനിഫിറ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്താ ഡെയിലി ആവശ്യമായിട്ടുള്ള ഫുഡ്, വാട്ടർ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം എന്നുള്ള സംഭവം വെച്ചിട്ടായിരിക്കരുത്. അവർക്ക് ഈ അംഗീകാരങ്ങൾ കൊടുക്കുന്ന രീതി, മനസ്സിലായി, ഒരു അവാർഡ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം ഈ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോബ്സിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. മെയിനായിട്ട് നമ്മളുടെ ഈ പണം വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ, കുറേ തരികൾ, ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും പിന്നെ ഈ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മനസ്സിലാവും, നമുക്ക് പറയാൻ പോലും കൊള്ളാത്ത കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാറ് പോലും അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള കലാപം വരെ ഇത് ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്ത് നിൽക്കും. കാരണം രാജ്യങ്ങൾക്ക് അവര് തോക്കും മിസൈലും മറ്റേതൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് അവർക്ക് യുദ്ധം ഉണ്ടെങ്കിൽ അവർക്ക് തോക്കും മിസൈലൊക്കെ വേറെ രാജ്യത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ഇത് സ്റ്റാറ്റസ് കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നോക്കും. എന്നിട്ട് ഇവരുടെ ഈ തോക്കും മിസൈൽ കോപ്പുകളൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഫസ്റ്റ് ചെറിയ സ്ഥലത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പതിയെ 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 പല രാജ്യങ്ങളും, കാരണം ഒരു സ്ഥലം ഒന്നാണ് കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ള ജനതയും ഇത് കാണില്ല, അവരും അത് ഏറ്റു കണ്ട് നോക്കും, എല്ലാവരുടെ ലൈഫും ഒന്നാണ്. അപ്പൊ ഇങ്ങനെ ലോകം മുതൽ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും ഈക്വൽ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ജീവിച്ചു വേണ്ടി പറ്റും. അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും, ഭക്ഷണം കിട്ടും. അതൊന്നും ഇവരുടെ കയ്യിലുള്ള പണം വെച്ചിട്ടല്ല. കാരണം പണം എന്നുള്ള സംഭവം അവിടെ ക്യാൻസൽ ആയി പോയി. പുതിയൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ആശുപത്രിക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ആശയം വരുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും റെസ്പോൺസിബിലിറ്റി ചെയ്തോളെന്നുള്ള നോക്കുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് എന്തെങ്കിലും രോഗം വന്നപ്പോഴും തന്നെ നമുക്ക് എന്താ പറയാ അവിടെ ചികിത്സിക്കാം. മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഫുൾ മാറും. അവിടെയൊക്കെ എല്ലാം എല്ലാം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഉണ്ടാവില്ല. കാരണം ഫുൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. കാരണം ഒരാൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു ഡോക്ടർ ജോലി എടുത്തെന്ന് വെച്ചിട്ട് അയാൾക്ക് കൂടുതൽ പണം കിട്ടാണ്ടി പോകുന്നില്ല. മനസ്സിലായില്ലേ? കാരണം അവിടെ പണമുള്ള സംവിധാനം ഇല്ല. അവിടെ നോക്കുന്നത് റെസ്പോൺസിബിലിറ്റി ആണ് നോക്കുന്നത്. അപ്പൊ കൂടുതലും ആ ജോലിനോട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ കൂടുതലും ജനങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണം, ജനങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ജോലിക്ക് വരുന്നത്. അപ്പൊ അവര് ജോലിക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾ നടക്കണമല്ലോ. അപ്പൊ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ട സംഭവങ്ങൾ, ഇവർക്ക് പുറത്തേക്ക് ട്രാവൽ ചെയ്യാം, അത് ചെയ്യാം, മറ്റേത് ചെയ്യാം, മറിച്ച് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി കൊണ്ടിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ചിന്തിക്കുക. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം, ഈ മോണിറ്ററി സിസ്റ്റം എന്നുള്ള സിസ്റ്റം, അല്ലെങ്കിൽ ഈ കറൻസി സിസ്റ്റം എന്നുള്ള സിസ്റ്റം, അത് ഏറ്റവും ലാസ്റ്റത്തെയോ അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം അല്ല. ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം അല്ല. മനസ്സിലായ? അത് ആർക്കും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഒരാൾക്കും കൈയിട്ട് വരാൻ പറ്റരുത്. അപ്പൊ ഇങ്ങനെയൊരു റെസ്പോൺസിബിലിറ്റി അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ, ഇപ്പൊ BPL കാർഡുകളുള്ള ഈ റേഷൻ കാർഡ് ഇടുന്നില്ലേ, അവർക്ക് മാസം മാസം അരിയൊക്കെ ഫ്രീ ആയിട്ട് നോക്കുന്നതാണ്. ആ റേഷൻ കാർഡ് നോക്കും. അപ്പൊ അതിൽ ആ റേഷൻ അനുസരിച്ച് മാസം മാസം കൊടുക്കും. അപ്പൊ അതിലിപ്പോ നമ്മൾ അരിയും പയറും ധാന്യങ്ങളും ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അഡ്വാൻസ് ആക്കിയപ്പോഴത്തേക്കും ഈ റേഷൻ കടയിലുള്ള ഈ ചെറിയ കടകളൊക്കെ മാറിയിട്ട് വലിയൊരു എന്താ പറയുക, കാണുന്ന ഷോപ്പിംഗ് മാളിലൊക്കെ തന്നെയാവും. അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോയി എടുക്കുക. അപ്പൊ അതിലെല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ഒക്കെ എല്ലാം വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അപ്പൊ ഈ ഒരു തോട്ട് എന്റെ തലയിൽ തോന്നിയിട്ട് കുറച്ച് നാളുകളായി. അപ്പൊ നിങ്ങളോട് ജസ്റ്റ് അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ ഇതിനെ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളത് എനിക്ക് അറിയാണ്ട് പാടില്ല. കാരണം പല ആൾക്കാരും എന്താ വ്യൂ പോയിന്റ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ആശയങ്ങൾ പറയണമെങ്കിൽ പറയാം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ട് പിന്നെയും ഇതിനെ പറ്റിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.